ഹായ് ഓൾ. ഇന്ത്യയിലെ പ്രശസ്തമായ ഐസർ അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്ററുകളിൽ പഠിച്ച് ലോകോത്തര ശാസ്ത്രജ്ഞനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ IIT 2026 അഥവാ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ നമുക്ക് നോക്കാം. ഐസർ അഡ്മിഷൻ പ്രോസസ് തുടങ്ങിക്കഴിഞ്ഞു. ഓൺലൈൻ അപേക്ഷകൾ മാർച്ച് 5 മുതൽ സ്വീകരിച്ചു തുടങ്ങി. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 13 എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ ഏപ്രിൽ 15, 16 തീയതികളിൽ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകും. അപ്പോൾ നിങ്ങൾക്ക് തിരുത്തലുകൾ വരുത്താവുന്നതാണ്. അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നത് മെയ് 24 നിങ്ങളുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയായ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടക്കുന്നത് 2026 ജൂൺ 7 രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാകും എക്സാം. റിസൾട്ട് ജൂൺ എൻഡോടുകൂടി പബ്ലിഷ് ചെയ്യും. ഒട്ടും വൈകിക്കരുത്. ഇനി നമുക്ക് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം. നിലവിൽ +2 സയൻസ് സ്ട്രീമിൽ പഠിക്കുന്നവർക്കും 2024-2025 വർഷങ്ങളിൽ +2 പൂർത്തിയാക്കിയവർക്കും അപേക്ഷിക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയിൽ ഏതെങ്കിലും 3 സബ്ജക്റ്റ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ജനറൽ കാറ്റഗറിയിൽ പെട്ടവർക്ക് +2-ൽ 60% മാർക്കും SC/ST PWD വിഭാഗക്കാർക്ക് 55% മാർക്കും നിർബന്ധമാണ്. BSMS ഡ്യുവൽ ഡിഗ്രി കോഴ്സിന് മാത്സ് നിർബന്ധമില്ല. എന്നാൽ BTech, BS പ്രോഗ്രാമുകൾക്ക് മാത്സ് നിർബന്ധമാണ്. രജിസ്ട്രേഷൻ ഫീ വരുന്നത് ജനറൽ OBC വിഭാഗക്കാർക്ക് 2000 രൂപയും SC/ST PWD വിഭാഗക്കാർക്ക് 1000 രൂപയുമാണ്. അപേക്ഷിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. +2 റിസൾട്ട് വരാത്തവർക്ക് ഡിക്ലറേഷൻ ഫോം നൽകി അപേക്ഷിക്കാവുന്നതാണ്. ഇത് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ OBC, NCL, EWS വിഭാഗക്കാർക്ക് 2026 ഏപ്രിൽ 1 ശേഷമുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ സ്വീകരിക്കൂ. അപേക്ഷാ സമയത്ത് സർട്ടിഫിക്കറ്റ് കൈവശമില്ലെങ്കിൽ ഡിക്ലറേഷൻ ഫോം ഉപയോഗിക്കാം. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ജൂൺ 21 മുൻപ് ഐസറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. ഐസറുകളിൽ പ്രധാനമായും 5 വർഷത്തെ BS/MS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമുകളാണുള്ളത്. ഇതാണ് അവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം. കൂടാതെ ചില ഐസറുകളിൽ 4 വർഷത്തെ BS പ്രോഗ്രാമും BTech കോഴ്സുകളും ലഭ്യമാണ്. അത് ഏതൊക്കെ കോഴ്സുകളാണെന്ന് നമുക്ക് നോക്കാം. ഐസർ ഭോപ്പാലിൽ 4 വർഷത്തെ BSc എക്കണോമിക് സയൻസ് കോഴ്സ്, ഐസർ കൊൽക്കത്തയിൽ 5 വർഷത്തെ VSMS കമ്പ്യൂട്ടേഷണൽ ഡാറ്റാ സയൻസ്, ഐസർ തിരുപ്പതിയിൽ BSc എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ് കോഴ്സ്, ഐസർ ഭോപ്പാലിൽ BTech ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് BTech ഇൻ ഡാറ്റാ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളും ഉണ്ട്. സയൻസിന്റെ വിവിധ വിഷയങ്ങളിൽ ആഴത്തിൽ പഠിക്കാനും ഗവേഷണം നടത്താനും ഈ കോഴ്സുകൾ നിങ്ങളെ സഹായിക്കും. ആദ്യ 2 വർഷം അല്ലെങ്കിൽ 1.5 വർഷം ഓരോ ഐസറിലും ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നീ 4 വിഷയങ്ങളും പഠിക്കണം. അതിനുശേഷം 3ാമത്തെ വർഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മേജർ സബ്ജക്റ്റും ഒരു മൈനർ സബ്ജക്റ്റും ചൂസ് ചെയ്യാവുന്നതാണ്. അവസാന വർഷം പൂർണ്ണമായും റിസർച്ച് പ്രോജക്റ്റിനായിട്ടാണ് മാറ്റിവെച്ചിട്ടുണ്ടാവുക. പഠന കാലയളവിൽ സമ്മർ ഓർ വിന്റർ ഇന്റേൺഷിപ്പുകൾ ചെയ്യാനും നിങ്ങൾക്ക് അവസരമുണ്ടാകും. ഇനി നമുക്ക് എക്സാം പാറ്റേണും മാർക്കിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. 3 മണിക്കൂർ നീളുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണിത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നീ 4 വിഷയങ്ങളിൽ നിന്നും 15 ചോദ്യങ്ങൾ വീതം, ആകെ 60 ചോദ്യങ്ങൾ. ഓരോ ശരീരത്തിനും 4 മാർക്ക് ലഭിക്കും. എന്നാൽ ശ്രദ്ധിക്കുക, തെറ്റായ ഉത്തരത്തിന് 1 മാർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് നെഗറ്റീവ് മാർക്കിങ്ങിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ടോട്ടൽ 240 മാർക്കിനാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. NCERT സിലബസ് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പ്രിപ്പറേഷൻ നടത്തേണ്ടത്. IIT എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് JEE മെയിനും JEE അഡ്വാൻസ്ഡിനും ഇടയിലായിരിക്കും. മോക്ക് ടെസ്റ്റുകൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതിനായി www.iceradmission.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഐസർ എക്സാം എഴുതിയാൽ ഐസറുകളിൽ മാത്രമല്ല നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. IIT മദ്രാസിന്റെ 4-year ബാച്ചിലർ ഓഫ് സയൻസ് പ്രോഗ്രാം, IIT ഗുവാഹത്തിയിലെ 4-year BS പ്രോഗ്രാം ഇൻ ബയോമെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, IISc ബാംഗ്ലൂരിലെ 4-year BS റിസർച്ച് പ്രോഗ്രാം, IACS കൊൽക്കത്ത ഇന്റഗ്രേറ്റഡിലെ BSMS പ്രോഗ്രാം, ഇത് ഈ വർഷം സ്റ്റാർട്ട് ചെയ്തതാണ്. IAST ഷിപ്പൂറിലെ 5-year BSMS ഇൻ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് അപ്ലൈഡ് ജിയോളജി. ഈ കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക IIT എക്സാമിലൂടെയാണ്. എന്തുകൊണ്ട് ഐസർ തിരഞ്ഞെടുക്കണം? കേവലം ഒരു ബിരുദം എന്നതിലുപരി ഗവേഷണത്തിന് ലോകോത്തര പ്രാധാന്യം നൽകുന്ന സ്ഥാപനങ്ങളാണിവ. തിരുവനന്തപുരം മുതൽ മൊഹാലി വരെ നീളുന്ന 7 ഐസർ ക്യാമ്പസുകൾ ഇന്ത്യയിലുണ്ട്. പൂനെ, ഭോപ്പാൽ, കൊൽക്കത്ത, മൊഹാലി, തിരുവനന്തപുരം, ബർഹാംപൂർ, തിരുപ്പതി എന്നിവയാണവ. ഇതിൽ ആദ്യത്തെ 5 ഐസറുകളാണ് ആദ്യം സ്ഥാപിക്കപ്പെട്ടത്. സോ അവിടുത്തെ അമ്യൂണിറ്റീസും അതനുസരിച്ച് കൂടുതലായിരിക്കും. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് വിദേശത്തെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ സ്കോളർഷിപ്പോടെ PhD ചെയ്യാനും വലിയ കമ്പനികളിൽ റിസർച്ച് സയന്റിസ്റ്റ് ആകാനും സാധിക്കും.
കൂടാതെ IIT വഴി നേരത്തെ പറഞ്ഞ പോലെ IISc ബാംഗ്ലൂർ പോലുള്ള സ്ഥാപനങ്ങളിലേക്കും നിങ്ങൾക്ക് പ്രവേശനം നേടാം. നിങ്ങളുടെ സയൻസ് സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ ഇന്ന് തന്നെ അപേക്ഷിക്കൂ. കൂടുതൽ വിവരങ്ങൾക്കായി ICERadmission.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കരിയർ സംബന്ധമായ കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്